സർ നമ്മുടെ ബിവോക്കും അതുപോലെ തന്നെ ട്രഡീഷണൽ കോഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഡിഫറൻസ് എന്താ വരുന്നത്? ട്രഡീഷണൽ കോഴ്സ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ സാധാരണ ഡിഗ്രി, നേരത്തെ സൂചിപ്പിച്ച പോലെ BA BCom അത്തരത്തിലുള്ള കോഴ്സ് അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ നിലവിൽ ബിവോ കോഴ്സ് പറഞ്ഞു, അതൊരു സ്കിൽ ഡെവലപ്മെന്റ് ബേസ് ചെയ്തിട്ട് ജോലി സാധ്യത, യൂത്തിന് ജോലി സാധ്യത കൂട്ടാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ കോഴ്സിൽ നമ്മളൊരു അക്കാദമിക് ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ നമ്മൾ പഠിച്ചു പോകുന്നത്. BA ആയാലും BSc ആയാലും BBA ആയാലും കൂടുതൽ അതിൻ്റെ തിയറി പാർട്ടാണ് കൂടുതലായിട്ട് വരുന്നത്. അതേസമയം നമ്മളെ ബിവോ കോഴ്സിൽ, ഈ കോഴ്സ് സിലബസിൽ തന്നെ 60% വരെ വരുന്നത് അതിൻ്റെ വൊക്കേഷണൽ ട്രെയിനിങ് ആണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ് അതിൽ വരുന്നത്. അതായത് ഒരു കുട്ടി ബിവോക്കിന് ഏകദേശം 38ഓളം സെക്ടറുകളുണ്ട്. അതിൽ ഹെൽത്ത് ഒരു സെക്ടറാണ്, മാനേജ്മെൻറ്റ് ഒരു സെക്ടറാണ്, അതുപോലെ തന്നെ ആർട്സിൽ സെക്ടർ വരുന്നുണ്ട്, റിന്യൂവബിൾ എനർജിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഏത് സെക്ടർ ആയാലും ആ സെക്ടറിലുള്ള ഇൻഡസ്ട്രിയിലാണ് അവർക്ക് ട്രെയിനിങ്, ലാബല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു MLT അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഏകദേശം ഈ കോഴ്സിൻ്റെ 60% ചിലവിടുന്നത് ആ ഇൻഡസ്ട്രിയിലാണ്. അതുകൊണ്ട് ആ ജോലിയിൽ അവർക്ക് എന്ത് കിട്ടും, കൂടുതൽ പ്രാവീണ്യം കിട്ടും. ഇത് തൊഴിലിനുള്ള ഡിഗ്രി എന്ന് മുൻകൂട്ടി പറഞ്ഞതുപോലെ തന്നെ തൊഴിലാണ് ഇവിടെ ശരിക്ക് പഠിപ്പിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഒരു ജോലി കിട്ടാൻ എന്താണ് സാധ്യത കൂടുതലാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഡയാലിസിസ് ടെക്നോളജി എന്ന് കരുതുക, ഒരു BSc നഴ്സിംഗ് ആണ് സാധാരണ അതിനൊരു ക്വാളിഫിക്കേഷനായിട്ട് എല്ലാ സമയത്തും നഴ്സ് അത് ചെയ്തു വന്നിരുന്നത്. അതേസമയം നമ്മൾ ബിവോക്കിൻ്റെ ഡയാലിസിസ് ആണെന്നുണ്ടെങ്കിൽ ഈ നഴ്സിംഗിൽ സിലബസിൽ ഒരു 6 മാസത്തിൽ താഴെ മാത്രമേ എന്തുള്ളൂ ഇവർക്ക് ഇന്റേൺഷിപ്പ് ആയിട്ട് വരുന്ന പ്രാക്ടിക്കൽ ഉള്ളൂ. അതിൽ തന്നെ വളരെ ചെറിയൊരു പാർട്ടിക്കുലർ എന്തുള്ളൂ, ഒരു ഡയാലിസിസ് മെഷീനും അതിന് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പഠിപ്പിക്കുന്നുള്ളൂ. അതേസമയം നമ്മളൊരു ബിവോക്ക് ഡയാലിസിസ് ആണെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് കഴിഞ്ഞ് 6 മാസം മുതൽ തന്നെ, അല്ലെങ്കിൽ കോഴ്സ് തുടങ്ങി 6 മാസം മുതൽ തന്നെ എന്താണ് ഈ ഡയാലിസിസ് മെഷീനും അതിൻ്റെ പേഷ്യൻസും അതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരാൾ ഒരു ഡയാലിസിന് പോകുമ്പോൾ ആ മെഷീനെ കുറിച്ചിട്ടും അതിൻ്റെ പേഷ്യൻസിന് അത് മുഴുവൻ അവർക്ക് പഠിച്ചെടുക്കാൻ ചിലപ്പോൾ ഒരു 6 മാസം 1 വർഷം എടുക്കും. ബിവോക്ക് കോഴ്സ് കഴിഞ്ഞൊരു കുട്ടി 3 വർഷത്തിൽ അവർ ചിലവഴിച്ചുള്ള ഭൂരിഭാഗം എന്താണ് ആ ഇൻഡസ്ട്രിയിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ജോലിക്ക് എന്താണ് ജോലി കിട്ടാനുള്ള അല്ലെങ്കിൽ ജോലിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് വരുന്നത് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാ വരുന്നത്, സ്ട്രക്ചർ? എലിജിബിലിറ്റി ക്രൈറ്റീരിയ ശരിക്കും UGC ആണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിർണ്ണയിക്കുന്നത്. നോർമൽ ലെവലിൽ ഇപ്പോൾ പറയാം NEP-യിൽ ശരിക്ക് ഡിഗ്രി, ഏത് ഡിഗ്രിക്ക് UG കോഴ്സിനും ശരിക്കും എലിജിബിലിറ്റി വരുന്നത് +2 ആണ്. +2-ൽ ഇന്ന സ്ട്രീം എന്ന് പോലും ഇല്ല. നമുക്ക് ആർട്സ് ആവാം, കൊമേഴ്സ് ആവാം, ഹ്യൂമാനിറ്റീസ് ആവാം, എന്തും ആവാം. നോർമൽ ലെവലിൽ അങ്ങനെയാണ് വരും. ഈവൻ ഇപ്പോൾ ലാസ്റ്റ് സർക്കുലർ നമ്മളെ നീറ്റ് എലിജിബിൾ ആയ ഒരാൾ +2 ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ പോലും പിന്നീട് സയൻസിന്റെ ബയോളജി ആഡ് ചെയ്തിട്ട് പഠിച്ചാൽ മതി എന്തിന് ഒരാൾക്ക് ഡോക്ടർ ആവാൻ, MBBS-ന് പഠിക്കണം. അതുകൊണ്ട് തന്നെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അങ്ങനെ പ്രത്യേക സെക്ടറിലുള്ള +2 തന്നെ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പഠിച്ചോളണം എന്ന് ബിവോക്ക് നിബന്ധനയില്ല. എന്നിരുന്നാലും ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസ് സയൻസ് കോഴ്സിൻ്റെ കുട്ടികൾക്ക് +2 സയൻസ് വേണമെന്നുള്ള മാനദണ്ഡം വെക്കാറുണ്ട്. അതുപോലെ തന്നെ കൊമേഴ്സ് മാനദണ്ഡം വെക്കാറുണ്ട്. പക്ഷെ നിലവിൽ NEP അനുസരിച്ച് പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികളും സ്ഥാപനങ്ങളുമാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ NE +2 ബിവോക്കിനെ സംബന്ധിച്ചിടത്തോളം ലീഗലി എന്താണ് എലിജിബിൾ ആണ്. അതിന്റെ ഡ്യൂറേഷൻ ഒക്കെ എങ്ങനെയാ വരുന്നത് സർ? ഡ്യൂറേഷൻ നേരത്തെ നമ്മൾ സംസാരിച്ചല്ലോ. ഡ്യൂറേഷന് ശരിക്കും ബിവോക്ക് ഡിഗ്രി എല്ലാ കോഴ്സും ഇന്ത്യയിൽ 3 വർഷമാണ്. അതുപോലെ തന്നെ ഡിഗ്രി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? 3 വർഷം 6 സെമസ്റ്റർ. അതിന് ഏത് സമയത്തും എക്സിറ്റ് ആവാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ചില ആളുകൾ ഡിപ്ലോമ കോഴ്സായിട്ട് പഠിക്കുന്ന ആളുകളുണ്ട് ഈ കോഴ്സ്. അതായത് ഏതെങ്കിലും ഒരു റീറ്റെയിൽ മാനേജ്മെന്റിലോ അല്ലെങ്കിൽ MLT-യിലോ 2 വർഷം പൂർത്തിയാക്കി അഡ്വാൻസ് ഡിപ്ലോമ എടുത്ത് എക്സിറ്റ് ആവുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഡ്യൂറേഷൻ 2 വർഷം അല്ലെങ്കിൽ 4 സെമസ്റ്ററേ വരുന്നുള്ളൂ. ഡിപ്ലോമ ചെയ്യുന്നവർക്ക് 1 വർഷം അല്ലെങ്കിൽ 2 സെമസ്റ്ററേ വരുന്നുള്ളൂ. ഏത് സമയത്തും എൻട്രി ആവാം, എക്സിറ്റ് ആവാം. ക്ലിയർ?